മെറ്റയെ ഉപയോഗിച്ച് വാർത്ത നീക്കിയെന്ന ആരോപണത്തിന് മറുപടിയുമായി മുഖ്യമന്ത്രി. എന്റെ ഓഫീസിൽ നിന്ന് ആരും മെറ്റയുമായി ബന്ധപ്പെട്ടിട്ടില്ല. വാർത്ത നീക്കം ചെയ്തവർ പരാതി കൊടുക്കണം. സർക്കാർ മാധ്യമങ്ങൾക്കൊപ്പം നിൽക്കുമെന്നും സതീശൻ പറഞ്ഞു. ഭയങ്കര സംഭവം. ഞാനൊരു ഭയങ്കര സംഭവം എനിക്ക് തോന്നുന്നുണ്ട്. വാർത്തയൊക്കെ വായിച്ചിട്ട് ഞാൻ എഴുതി കൊടുക്കുന്ന സാധനങ്ങളൊക്കെ മെറ്റ റിലീസ് ഓർഡറെ ക്യാൻസൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ ആകെ മെറ്റയ്ക്ക് കൊടുത്തിരിക്കുന്നത് നമ്മൾ ഇത് വന്ന ഉടനെ തന്നെ CMO കേരളം എന്ന ഔദ്യോഗിക ഇൻസ്റ്റഗ്രാം പേജിൽ ലഭ്യമാക്കി തന്നെ, നേരത്തെ ഉണ്ടായിരുന്നത് ലഭ്യമാക്കി തന്നെ എന്ന് പറഞ്ഞിട്ട് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട് എൻ്റെ ഓഫീസിൽ നിന്ന്. 2 മാസമായിട്ട് ഇത് ശരിയാക്കി തന്നിട്ടില്ല ഇതുവരെ. ഞാൻ പറഞ്ഞിട്ടാണ് എൻ്റെ സാധനം മുഴുവൻ ഞാൻ പറഞ്ഞിട്ട് മുഴുവൻ മെറ്റ റിലീസ് ചെയ്യണം പറഞ്ഞത്. നിങ്ങളൊക്കെ അതിങ്ങനെ വാർത്ത കൊടുക്കുക എന്നതിന് നിങ്ങളൊന്ന് ആലോചിച്ചു. ചാനലുകളുടെ പേരിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ എനിക്കത് തിരിച്ച് വരുന്നതിൽ സന്തോഷമുള്ളൂ. കാരണം അങ്ങനെ റിലീസ് ചെയ്യാൻ പാടില്ലല്ലോ. നാളെ എൻ്റെയും പോകില്ലേ. അല്ലാതെ ഞാനോ എൻ്റെ ഓഫീസോ പറഞ്ഞിട്ട് മെറ്റ നിങ്ങളൊക്കെ കൊടുക്കുന്ന ഓൺലൈൻ ചാനലിൽ കൊടുക്കുന്ന സാധനം റിമൂവ് ചെയ്യോ? അതിന് നമുക്ക് ഇടപെടണം. നിങ്ങളും ഇടപെടണം. നിങ്ങൾ അതിൻ്റെ അകത്ത് പരാതികൾ കൊടുക്കണം. അതിൻ്റെ കൂടെ സർക്കാർ നിൽക്കും. ഒരു സംശയ കാര്യത്തിലില്ല. ശരി, വിജിൻ വായന്തോട്. വിജിൻ, സർക്കാർ ഇതിനകത്ത് CM കുറച്ച് കൺവിൻസിംഗ് ആയിട്ടുള്ള മറുപടി പറഞ്ഞു. അതായത് നിങ്ങൾ പരാതി കൊടുക്കൂ, വേണമെങ്കിൽ ഞാനും ഒരു കത്ത് മെറ്റയ്ക്ക് അയക്കാം, പൂർണ്ണമായ പിന്തുണ നിങ്ങൾക്ക് നൽകുന്നു എന്ന് പറയുക വഴി ഒരു ക്ലാരിറ്റി തന്നോ? നിഷാദ്, ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി പറയുന്നത് തന്നെ അനുകൂലിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഉൾപ്പെടെ നീക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട്. വാർത്താ റിപ്പോർട്ട് ഉൾപ്പെടെ നീക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് ഈ മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട് ലാറ്റിൻ വിഭാഗത്തിന്റെ നേതാവ് യൂജിൻ പെരേര ഉൾപ്പെടെയുള്ളവർ തനിക്ക് അനുകൂലമായി നല്ല നടപടിയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത് എന്നുള്ള തരത്തിലുള്ള വാർത്താ റിപ്പോർട്ടുകൾ അത് മെറ്റ നീക്കം ചെയ്തിട്ടുണ്ട്. ഒപ്പമാണ് നിലവിൽ ഈ തനിക്ക് എതിരെ എന്ന് പറയുന്ന, അതായത് ഈ മയക്കുമരുന്ന് കടത്തുകാരുമായി ഒപ്പം നിൽക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള വാർത്തകളാണ് മെറ്റ നീക്കം ചെയ്തത്. അതാണ് ഇപ്പോൾ വിമർശനമായി ഉന്നയിക്കുന്നത്. തനിക്ക് ഏതെങ്കിലും തരത്തിൽ മെറ്റയുമായി നേരിട്ട് ബന്ധപ്പെടാനുള്ള ശക്തിയുണ്ടോ, അത്രയും വലിയ ആളാണോ താൻ എന്നുള്ള ചോദ്യമാണ് ചോദിക്കുന്നത്. ഒപ്പം തന്നെ മെറ്റ രാജ്യത്ത് തന്നെ ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ ഉൾപ്പെടെ ദൃശ്യങ്ങളും വാർത്തകളും നീക്കം ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവുകയും മെറ്റയ്ക്കെതിരെ നടപടിയെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് മെറ്റയുടെ ഒരു പോളിസിയുടെ ഭാഗമാണോ എന്നത് പരിശോധിക്കണം. ഒപ്പം തന്നെ ചാനലുകളുടെ വാർത്താ റിപ്പോർട്ടുകൾ അത് നീക്കം ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും അക്കാര്യത്തിൽ ചാനലുകൾ പരാതി നൽകണം. അതിന്റെ ഒപ്പമായിരിക്കും സർക്കാർ നിൽക്കുക എന്നുള്ളതാണ്. തന്റെ പോസ്റ്റ് നേരത്തെ CM ഓഫീസിന്റെ പേരിലുള്ള അക്കൗണ്ട് പോലും അവർ പൂട്ടിച്ചിട്ടുണ്ട്. അത് പിന്നീട് പുനഃസ്ഥാപിക്കാൻ പലതവണ കത്ത് നൽകിയിട്ട് ഇതുവരെയും അത് പുനഃസ്ഥാപിക്കാൻ നിലവിൽ തയ്യാറായിട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ താൻ ഏതെങ്കിലും തരത്തിൽ മെറ്റയ്ക്ക് പരാതി നൽകി ഇങ്ങനെ തനിക്കെതിരായ വാർത്തകൾ ഒഴിവാക്കാനുള്ള നീക്കം നടത്തുമോ എന്ന ചോദ്യമാണ് മുഖ്യമന്ത്രി ചോദിക്കുന്നത്. ഒപ്പം തന്നെ ഇക്കാര്യത്തിൽ ഒരു പോളിസി ചേഞ്ചിന്റെ ഭാഗമാണെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടണം. അത് മാധ്യമങ്ങൾ തന്നെ ചോദ്യം ചെയ്യണം. അതിനുള്ള പിന്തുണ സർക്കാർ നൽകും. താനും വേണമെങ്കിൽ പരാതി നൽകാം എന്നുള്ള മറുപടി മുഖ്യമന്ത്രി നൽകുന്നു. താൻ ഇതുവരെയും ആരുടെയും പോസ്റ്റുകൾ പൂട്ടിച്ചിട്ടില്ല എന്നുള്ള വിശദീകരണമാണ്, താനോ തന്റെ ഓഫീസോ അങ്ങനെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നുള്ള വിശദീകരണമാണ് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ നൽകുന്നത്. അതിന് മറുചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. നുനേസൻ പേജ് പൂട്ടിച്ചതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും തന്റെ അറിവോടെയുള്ള നടപടികളല്ല എന്നുള്ള വിശദീകരണമാണ് മുഖ്യമന്ത്രി നൽകിയത്. വിജിൻ വായന്തോട് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.